ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. പിന്നെ ഗണേഷ് കുമാറിന് പ്രണയമുണ്ടോ എന്ന് ചോദിച്ചാൽ മാധവിക്കുട്ടിക്ക് പ്രണയം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന പോലെ മനസ്സിലായോ? നിങ്ങളിൽ പ്രണയിക്കാത്തവരാരാണ്? റെഡിമെയ്ഡ് ഉത്തരം. ഗണേഷ് കുമാറിന് ഒന്നല്ല 5000 പ്രണയമുണ്ട്. എല്ലാം സ്നേഹമാണ്. കാരണം പ്രണയമില്ലാത്തവൻ പൊട്ടനാണ്. അവന് തലയ്ക്ക് എന്തെങ്കിലും അസുഖം കാണും. അദ്ദേഹം പറഞ്ഞല്ലോ അദ്ദേഹത്തിന് ധാരാളം പ്രണയങ്ങളുണ്ട് എന്ന്. അദ്ദേഹത്തിന് എത്ര പ്രണയങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മുടെ വിഷയമല്ല. വെരി കറക്റ്റ്. മിനിസ്റ്റർ, ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ മിനിസ്റ്റർ പഴയ ഒരു പ്രസ്താവന എടുത്തു വെച്ചിട്ട് ഇതല്ലേ അധപ്പതനം എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ അത്രയും അധപ്പതനമില്ല. അദ്ദേഹം യോഗ്യനാണെന്ന് തെളിയിച്ചു. അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അനുദിനം. ഇനി ആരൊക്കെ വരാൻ പോകുന്ന അറിയത്തില്ല. ഏതായാലും ഞാൻ അദ്ദേഹം ചെയ്ത കണക്കുള്ള പണി ചെയ്തെന്ന് പറഞ്ഞ ആരും വന്നിട്ടില്ല. അതെ, ഞങ്ങൾ ചോറിനെ ഉണ്ടണേ. പ്രണയം ഒരു കുറ്റമല്ല. നിങ്ങളിൽ എല്ലാവർക്കും പ്രണയമുണ്ട്. എന്നെ കേൾക്കുന്നവർക്കുണ്ട്. ചിലർ ഒളിച്ചു വയ്ക്കുന്നു, പരസ്യമായി പറയുന്നു. പ്ലീസ്, ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. പിന്നെ മറ്റേ ആളെ കുറിച്ച് പറഞ്ഞ കാര്യം എൻ്റെ അടുത്ത് മറ്റേ IVF നടത്തുന്ന കടകളിലെ ആ പാലക്കാട് ഭാഗത്തുള്ള എല്ലാ IVF നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അതെന്തിനാടാ പന്നിപ്പ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ലെങ്കിൽ. പിന്നെ അദ്ദേഹം IVF സെന്ററുകളുടെ കാര്യം പറഞ്ഞു. IVF സെന്ററുകൾ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന പത്തനാപുരത്താണ് എന്ന് ചില അനുഭവസ്ഥർ തന്നെ നിങ്ങളെപ്പോലുള്ള മാധ്യമങ്ങളിലൂടെയൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ വേണോ? കാരണം ഇദ്ദേഹം വന്നോടി പിന്നെ ഇദ്ദേഹം നോക്കിക്കോളും. ഈ അബോർഷൻ നടത്തുന്ന സ്ഥാപനങ്ങളും അടച്ചു. അയാളാണ് എന്നെ കുറിച്ച് അഭിപ്രായം പറയുന്നത്. അപ്പൊ ഇതിനാണല്ലേ നാട്ടുകാർ നിങ്ങളെ തെരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്? രണ്ടും അവരെ ഏറ്റെടുത്തു. അത്തരം ആളുകളാണോ ഇതിനകത്ത് അഭിപ്രായം പറയുന്നത്? അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ശ്രീ KB ഗണേഷ് കുമാറിനെ പറ്റി പറഞ്ഞൊരു ആരോപണമുണ്ട്. അദ്ദേഹം പറഞ്ഞത് എനിക്ക് എന്റെ ഭാര്യയെ സംശയമില്ലാത്തത് കൊണ്ട് മാത്രം ശ്രീ KB ഗണേഷ് കുമാർ എന്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള കമന്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത്ര അഗ്രസീവാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ? ഇപ്പൊ ഗോസിപ്പോടെ വരട്ടെ, നല്ലതല്ലേ? ഒന്നും ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് കേട്ട് ആസ്വദിക്കാൻ പറ്റും. എന്ത് വിധി ഇത്? ഈ സ്ത്രീ 112 വിളിച്ച് പരാതി പറഞ്ഞത് ആർക്കും വിളിച്ചൂടെ? വട്ടുമൂത്താൽ ആർക്കും പറയാം. ഞാൻ വിളിക്കട്ടെ? വിളിച്ചോണ്ട് പോടാ ശാസ്ത്രത്തിനെ. ഈ പത്രത്തിൽ വന്ന വാർത്തകൾ ആരോപണങ്ങളായി മാത്രം അതങ്ങ് തള്ളിക്കളയുകയാണ്. അതിനകത്ത് ആരോപണമാണെങ്കിലും ശരിയാണെങ്കിലും തള്ളിക്കളയുന്നു. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടണ്ട. ഞാനൊരു നല്ല പൊതുപ്രവർത്തകനാണ്. പണ്ടെങ്ങോ പാർട്ടി കുറെ സിന്ദാബാദ് വിളിച്ചതിന്റെ പേരിൽ പാർട്ടിയെ തൊഴിലാളികളെ വഞ്ചിച്ച് കുറെ കള്ളക്കാശം ഉണ്ടാക്കിയെന്നല്ലാതെ തനിക്ക് എന്തോ പാർട്ടിയുള്ള ബന്ധം? ഇതൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോൾ വരുന്ന ഓരോ കാര്യങ്ങൾ. വീണ്ടും LDF വരും, എല്ലാരെയും ശരിയാക്കും.